ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണി. എല്ലാവർക്കും 7 ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു കറിവേപ്പിൻ്റെ തൈയെങ്കിലും നടാത്ത ആരും തന്നെ ഉണ്ടാകില്ല. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കറിവേപ്പില നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ചില സമയത്തൊക്കെ നമ്മൾ എവിടുന്നെങ്കിലും ഒരു കറിവേപ്പിൻ്റെ തൈയൊക്കെ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ അത് നല്ല രീതിയിൽ പിടിച്ചു കിട്ടാറുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ ആ നടുന്ന തൈ നമ്മൾ നട്ടപ്പോൾ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ അവിടെ നിൽക്കാറാണ് പതിവ്. ഇനി മുതൽ നമ്മൾ ചട്ടിയിലൊക്കെ നടുന്ന കറിവേപ്പിൻ്റെ തൈ ഒരു ചെറിയ തൈയാണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ വളർന്ന് ഒരു കുറ്റിച്ചെടിയായി വരുന്ന രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇന്നത്തേത്. അതിന് വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു കറിവേപ്പിൻ തൈ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഒരു കുഞ്ഞു തൈ കൊണ്ടുവന്ന് ഞാൻ ഈ ചെറിയ ചട്ടിയിൽ വെച്ച് അത് വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ഇതുപോലെ നല്ല രീതിയിൽ വളർന്നു വന്നു. ഇതിന് ഞാൻ ഇങ്ങനെ വളർന്നു വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തതെന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം കേട്ടോ. ഫ്ലാറ്റുകളിലും വാടക വീടുകളിലൊക്കെ താമസിക്കുന്നവർക്ക് കറിവേപ്പിൻ്റെ തൈ നിലത്ത് വെച്ച് പിടിപ്പിക്കാനുള്ള സൗകര്യമൊന്നും സാധാരണ ഉണ്ടാവാറില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ ഒരു ചട്ടിയിൽ, ഒരു ചെറിയ ചട്ടി മതി കറിവേപ്പിനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാം കേട്ടോ. അതിനായിട്ട് നിങ്ങൾ കറിവേപ്പിൻ തൈ ചെറിയ തൈ വാങ്ങുകയോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും വലിയ കറിവേപ്പൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയ തൈയൊക്കെ കൊണ്ടുവന്ന് ഒരു ചെറിയ ചട്ടിയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് നട്ടു കൊടുക്കുകയാണ് വേണ്ടത്. കറിവേപ്പിൻ്റെ തൈ നടുന്ന സമയത്ത് നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന ആ ചട്ടി ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് കരിയില, നന്നായി ഉണങ്ങിയ കരിയില ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ കുറച്ച് മണ്ണും അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി, വളരെ കുറച്ച് ചാണകപ്പൊടി മാത്രം. നടുന്ന സമയത്തൊന്നും ഒരുപാട് വളങ്ങളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട. അതിനായിട്ട് വളരെ കുറച്ച് ചാണകപ്പൊടി മാത്രം ചേർത്ത് ആ മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ആ കരിയിലയുടെ മുകളിലിട്ട ശേഷം അതിലേക്ക് തൈ നട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ അത് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് വളങ്ങളൊക്കെ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. കറിവേപ്പിൻ തൈ നട്ട് വേര് പിടിക്കുന്നത് വരെ നമുക്ക് കുറച്ച് ദിവസം തണലത്ത് ഒരു 2 ആഴ്ചയൊക്കെ വയ്ക്കുമ്പോഴേക്കും നല്ല രീതിയിൽ അതിന് വേര് പിടിച്ചിട്ടുണ്ടാവും. അതിന് ശേഷം വേണം കേട്ടോ നമ്മൾ വെയിൽ അത്യാവശ്യം നല്ലപോലെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെക്കണം. എന്നാലാണ് കറിവേപ്പിൻ്റെ തൈയൊക്കെ പെട്ടെന്ന് വലുതായി വരുള്ളൂ. ഈ ചട്ടിയിൽ നോക്കിയാൽ അറിയാം, ഞാൻ ഈ വേപ്പിൻ്റെ തൈ നടുന്ന സമയത്ത് ഇതിൻ്റെ പകുതി ഭാഗത്തോളം മാത്രമാണ് മണ്ണ് നിറച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇത് വേര് പിടിച്ച് നന്നായി വളർന്നു തുടങ്ങിയതിന് ശേഷം ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ചാണകപ്പൊടി അത് മാത്രം തൂളി കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിന് മാറ്റിയ ശേഷം നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം കറിവേപ്പിൻ്റെ തൈ നടുന്ന സമയത്ത് വലിയ പാത്രത്തിലൊന്നും നമ്മൾ നട്ടു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരുവിധം വലുതായതിന് ശേഷം നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചട്ടി മാറ്റി കൊടുത്താൽ മതി. 2 കൊല്ലം 3 കൊല്ലമൊക്കെ ആയതിന് ശേഷം. കറിവേപ്പ് നട്ട് നല്ല രീതിയിൽ വേര് പിടിച്ച് വന്നതിന് ശേഷം നമുക്ക് അതിന് ചെറിയ രീതിയിൽ കുമ്മായൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചൂട്ടിൽ നിന്ന് കുറച്ച് നീക്കി വളരെ കുറഞ്ഞ അളവിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നീട് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുകയും വേണം. അതല്ലെങ്കിൽ ഡോളോമേറ്റ് അത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് തൂളി കൊടുത്താൽ മാത്രം മതി. ഇത് ഇടയ്ക്കൊക്കെ കൊടുക്കുന്നത് കറിവേപ്പിന് നല്ലതാണ് കേട്ടോ. ഇതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന മുട്ടത്തോട് ഉണ്ടല്ലോ, അതൊക്കെ നന്നായി പൊടിച്ചിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ കറിവേപ്പിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ കറിവേപ്പ് നല്ല രീതിയിൽ വളരുന്നതിനൊക്കെ സഹായിക്കും. ഇതിൽ ധാരാളം കാൽസ്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കറിവേപ്പിൻ്റെ വളർച്ചയ്ക്ക് ഇത് വളരെയേറെ ഗുണം ചെയ്യും. ഇതൊന്നല്ലാത്ത കാര്യം, നമ്മുടെ കറിവേപ്പ് നല്ല കുറ്റിച്ചെടിയായി നല്ല ബുഷിയായി വളർന്നു കിട്ടണമെങ്കിൽ നമ്മുടെ കറിവേപ്പിനെ ഒരുപാട് ഉയരത്തിലേക്കൊന്നും പോകാതെ ഏകദേശം 1-1.5 അടിയൊക്കെയും പൊക്കം ഹൈറ്റ് വരുമ്പോൾ നമുക്ക് അത് നന്നായിട്ടൊന്ന് മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം.
നമ്മുടെ ഈ കറിവേപ്പിൻ തൈ കട്ട് ചെയ്യാറായി വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഈ തണ്ട് കുറച്ചും കൂടിയൊക്കെ മൂത്തതിന് ശേഷം തീരെ തളിർപ്പ്, ഇളം തളിർപ്പ് പോലത്തെ തണ്ടൊന്നും കട്ട് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. കുറച്ചുകൂടി കണ്ടോ ഈ കളറൊക്കെ വരില്ലേ, അതുപോലെ കുറച്ച് മൂത്ത കമ്പായി വരും. അവിടെ നിന്ന് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. കുറച്ച് മൂത്ത കമ്പ് പോലെ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ഈ കളറൊക്കെ മാറിയിട്ട് അങ്ങനെയുള്ള ഭാഗത്തുനിന്ന് വേണം നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നല്ല കരുത്തുള്ള തൈ, എന്താ പറയുക, തണ്ടുകളൊക്കെ നമുക്ക് പുതിയതായിട്ട് വരികയുള്ളൂ. ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത ഭാഗത്തു നിന്നാണ് കേട്ടോ ഈ 3 തളിർപ്പുകൾ വന്നിട്ടുള്ളത്. ഇനി ഇത് കുറച്ചുകൂടി വളർന്നതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും ഓരോ തണ്ടും കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് വീണ്ടും അതിൽ നിന്ന് പുതിയ പുതിയ ശിഖരങ്ങൾ ഉണ്ടായിട്ട് അത് നല്ല കുട പോലെ ബുഷിയായിട്ട് തന്നെ വളർന്നു കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ ബക്കറ്റിലോ ഒക്കെ നല്ല കുറ്റിച്ചെടി പോലെ നമുക്ക് നമ്മുടെ കറിവേപ്പിനെ വളർത്തിയെടുക്കാൻ പറ്റും. അത് കൈ കൊണ്ട് ഒടിച്ചു കൊടുക്കാതെ നമുക്ക് കത്രികയൊക്കെ ഉപയോഗിച്ച് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ചീന്തി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ നമ്മൾ ഒടിക്കുന്ന സമയത്ത് ചീന്തി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പൊടിപ്പൊക്കെ വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മുടെ കറിവേപ്പിന് ഒരുപാട് വളങ്ങളൊന്നും നമ്മൾ വാരി വലിച്ചിട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടി, അതുപോലെ തന്നെ 1-2 മാസം കൂടുമ്പോൾ നമുക്ക് കുറച്ച് ചാരം, നേരിയ രീതിയിൽ വളരെ കുറച്ച് ചാരം നമുക്ക് കറിവേപ്പിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇറച്ചി കഴുകുന്ന, മീൻ കഴുകുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വല്ലപ്പോഴും ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. നിലത്തൊക്കെ വെച്ചിട്ടുള്ള കറിവേപ്പാണെങ്കിൽ അതൊന്നും കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചട്ടിയിലൊക്കെ ആകുമ്പോൾ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അതുപോലെ പച്ചക്കറി വേസ്റ്റൊക്കെ വരില്ലേ, അതൊന്നും നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ, ചട്ടികളിലൊക്കെ വെക്കുന്നതിൻ്റെ ചോട്ടിൽ കൊണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കണ്ട. വേനൽക്കാലത്തൊക്കെ ഉള്ളിയുടെ തൊലി അങ്ങനെയൊക്കെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. അതല്ലാതെ ഒരുപാട് പച്ചക്കറി വേസ്റ്റുകളൊന്നും ഈ ചട്ടിയിൽ വയ്ക്കുന്ന കറിവേപ്പിന് ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതൊക്കെ കമ്പോസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ കറിവേപ്പിന് കൊടുക്കാനായിട്ട് നല്ലത്. നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഇതിൻ്റെ ഇലയാണല്ലോ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കീടനാശിനികളൊന്നും തളിക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. കറിവേപ്പിന് ഇടയ്ക്ക് കീടശല്യമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇടയ്ക്ക് പുഴുക്കളുടെ ശല്യം, അല്ലെങ്കിൽ ഇതിൽ എന്താ പറയുക, കറുത്ത കുത്തുകൾ, അതുപോലെയൊക്കെ ഓരോ ചെറിയ ഫംഗസിൻ്റെ അതിൻ്റെയൊക്കെ ഉപദ്രവം നമ്മുടെ കറിവേപ്പിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാവാതെ നല്ല ഇലയായിട്ട് നമ്മുടെ കറിവേപ്പ് വളർന്നു കിട്ടണമെങ്കിൽ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളം ഞാൻ പറയാം കേട്ടോ. അത് സാധാരണ ഒട്ടുമിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നതാണ് കേട്ടോ. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയാം. അതിനായിട്ട് നമ്മുടെ വീട്ടിലെ നന്നായി പുളിപ്പിച്ച കഞ്ഞിവെള്ളം, ഒരു 3-4 ദിവസമൊക്കെ വെച്ചിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം, ആ കഞ്ഞിവെള്ളം പുളിപ്പിക്കാൻ വയ്ക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറുനാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ, നമ്മൾ പിഴിഞ്ഞൊക്കെ എടുത്തതിന് ശേഷം, അതിൻ്റെ നീരൊക്കെ എടുത്തതിന് ശേഷം ആ കളയുന്ന ചെറുനാരങ്ങയുടെ തോട്, അത് നമുക്ക് ഇങ്ങനെ 2-3 ദിവസമൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി കിട്ടും. പിന്നെ കഞ്ഞിവെള്ളം കറിവേപ്പിന് നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഒന്ന് നന്നായി നേർപ്പിച്ച ശേഷം, വെള്ളമൊക്കെ ഒഴിച്ച് നേർപ്പിച്ച ശേഷം ആ കഞ്ഞിവെള്ളം, ആ തോടൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ കഞ്ഞിവെള്ളം നമുക്ക് നമ്മുടെ കറിവേപ്പിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് വല്ലപ്പോഴൊക്കെ ചെയ്തു കൊടുത്താൽ മതി. ആഴ്ചയിലോ മാസത്തിൽ 2 തവണയോ ഒക്കെ വീതം നമുക്കിത് ചെയ്തു കൊടുക്കാം. അതുപോലെ തന്നെ ഇത് നമുക്ക് നമ്മുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഇലകളിലൊക്കെ നന്നായിട്ട് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടശല്യമൊന്നും നമ്മുടെ കറിവേപ്പിന് അധികം ഉണ്ടാവില്ല കേട്ടോ. അത് നല്ല ഇലകളായി തന്നെ നമുക്ക് നമ്മുടെ കറിവേപ്പിനെ വളർത്തിയെടുക്കാനും പറ്റും. നമ്മുടെ കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ ഒരു കീഴാർനെല്ലി, ഇതും വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളുടെ ഔഷധ ചെടികളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ചുവട്ടിൽ കളകളൊന്നും അധികം വളരാതെ ആ വരുന്നതൊക്കെ നമുക്ക് പറിച്ച് കളഞ്ഞതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ചെറിയ രീതിയിലൊക്കെ വളപ്രയോഗം നടത്തി കൊടുക്കാനായിട്ട്. ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കറിവേപ്പ്, നമ്മൾ ചെറിയ ചട്ടിയിൽ നടുന്ന കറിവേപ്പ് പോലും നമുക്ക് നന്നായി വളർന്ന്
ഒരു കേടും കൂടാതെ തന്നെ നമുക്ക് വളർന്നു കിട്ടുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം.